നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്ലിപ്പ് ആർട്ടുകൾ, അത് നമുക്ക് CorelDRAWയിൽ തന്നെ ലൈബ്രറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂൾ ബോക്സിൽ പിക് ടൂള്, ഷേപ്പ് ടൂള്, സൂം ടൂള്, ഫ്രീ ഹാൻഡ്, സ്മാർട്ട് ഡ്രോയിങ് ടൂള്, റെക്റ്റാങ്കിള്, എലിപ്സ്, ഗ്രാഫ് പേപ്പർ, ബേസിക് ഷേപ്സ്, അതായത് നമ്മളെ ടെക്സ്റ്റ് ടൂളിൻ്റെ തൊട്ടുമേലെ ബേസിക് ഷേപ്സ്. അവിടെ ആ ഏറോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അതിനകത്ത് 5 ഐക്കൺ കാണാം. ഒന്ന് കള ഔട്ട് ഷേപ്സ്, അത് നമ്മൾ കോമിക്കിനൊക്കെ സംസാരിക്കുന്നത്, സ്വപ്നം കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുന്ന കള ഔട്ട് ഷേപ്സ്. അതെന്താണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലെ ബിറ്റ് മാപ്പിന് തൊട്ട് താഴത്തായിട്ട് ബാറിലൊരു ഐക്കൺ വരും, പെർഫെക്റ്റ് ഷേപ്സ്. അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക മൗസ് ബട്ടൺ. അതിനകത്ത് കുറച്ച് ഷേപ്സ് കാണാം. അതെന്താണെന്ന് നോക്കാം. ഇതിൽ ഈ റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഷേപ്പ് ടൂള്, അതായത് പിക് ടൂളിൻ്റെ തൊട്ട് താഴെയുള്ള ഷേപ്പ് ടൂള് വെച്ച് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. ഇങ്ങനെ ഏത് ആംഗിളിലേക്ക് വേണ്ടിക്കും മാറ്റിയെടുക്കാം. ഇനി അടുത്തത് നോക്കാം. സ്റ്റാർ ഷേപ്പ്. സ്റ്റാർ ഷേപ്സ് നമുക്ക് അധികം ആവശ്യമില്ല. ഈ ഒരു പൊസിഷനിൽ വെക്കാൻ പറ്റും. ഫ്ലോ ചാർട്ട് ഷേപ്പ്, അത് നമ്മൾ സ്റ്റിക്കർ കട്ടിങ്ങിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എയറോ ഷേപ്സ്, അത്യാവശ്യം എയറോ ഷേപ്സ് ആവശ്യം വരും. ഇവിടെ ഐക്കൺ വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ഷേപ്സ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് കാണാം എയറോ ഷേപ്സ്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഓരോന്നും ഓരോ മോഡലായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ സാധാരണ ഒരു ജസ്റ്റ് ഒരു എയറോ. അപ്പോൾ അതിൽ നമുക്ക് ഈ റെഡ് മാർക്കിൻ്റെ അടുത്ത് ഷേപ്പ് ടൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എയറോൻ്റെ ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് നോക്കാം. ബേസിക് ഷേപ്സ്. ബേസിക് ഷേപ്സിൽ നമുക്ക് ആവശ്യമുള്ള 3-4 ഉണ്ട്. ഇപ്പോൾ ഒരു ലവ് ഷേപ്പ്, പിന്നെ നമ്മൾ ബാൻഡ് കാണിക്കുന്നത്, അതായത് നോ പാർക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത്. നോ സ്മോക്കിങ്, അത് ഷേപ്പ് ടൂൾ എടുത്ത് അതിൻ്റെ ആ വിഡ്ത്ത് കുറച്ചെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ആംബുലൻസിനൊക്കെ വെക്കുന്ന പ്ലസ് മാർക്ക്. ഇത്രയാണ് ആ ടൂൾസിൽ ബേസിക് ഷേപ്സിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ ടൂൾ ബോക്സിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ പറയുന്നത്
സ്മാർട്ട് ഡ്രോയിങ് ടൂളാണ്. അത് കോമൺ ആയിട്ട് വലിയൊരു ആവശ്യമൊന്നുമില്ല, എങ്കിലും ഈ നമ്മൾ ട്രയാങ്കിൾ പോലത്തെ സംഭവമൊക്കെ വരയ്ക്കുമ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചെടുക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പെൻ ടൂൾ എടുത്ത് വരക്കണം, അതും അതിൻ്റെ വശങ്ങൾ അത്ര കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ സ്മാർട്ട് ഡ്രോയിങ് ടൂൾ എടുത്ത് ജസ്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഷേപ്പ് മാത്രം വന്നാൽ മതി, അത് കറക്റ്റ് ഒരു ട്രയാങ്കിളായിട്ട് വരും. ഇപ്പോൾ ഒരു സ്ക്വയറാണ് വേണ്ടതെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഒരു രൂപം അവിടെ ജസ്റ്റ് വരച്ച് വെക്കുക. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്. ഇങ്ങനെ ഏത് ഡിസൈനും ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. പേജസ് എങ്ങനെ കൊടുക്കുന്നു നോക്കാം. പേജ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേജിൽ ഇത് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചിത്രം വരച്ച് ഒരു സ്ക്വയർ വരച്ച് സേവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒരു ഇമേജ് ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ അത് വേറൊരു പേജിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ പേജ് 1 അതിനോട് ചേർന്നൊരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ വേറൊരു പേജ് കൂടെ അതിനകത്ത് തന്നെ ആഡായിട്ട് വരുന്നു. ഇങ്ങനെ എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ പ്ലസ് പ്രസ് ചെയ്താൽ കിട്ടും. ഇപ്പോൾ ഇത് 4ാമത്തെ പേജാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്, ഒരു ഓവൽ ഷേപ്പ്. 3ാമത്തെ പേജിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. 2ാമത്തേതിൽ ഒരു റൗണ്ട്. 1ാമത്തേത് ഒരു സ്ക്വയർ. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്ത് വെക്കുകയാണ്. സേവ് ആസ് ഡെസ്ക്ടോപ്പ് 1 സേവ്. ഇപ്പം ഞാനത് ക്ലോസ് ചെയ്തു. ഇനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ 1 അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 4 പേജ് ഉണ്ട്. പേജ് 1, പേജ് 2, പേജ് 3, പേജ് 4. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇങ്ങനെ എത്ര പേജ് വേണമെങ്കിലും CorelDRAWൽ കൊടുക്കാം. അത് ഒരു പേരിട്ടിട്ട് സേവ് ആസ് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.